ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. നമ്മൾ ഓരോ ചാപ്റ്ററും ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണേ. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദാറ്റ് മീൻസ് ആ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇന്നലെ വരെ നിങ്ങളൊരു രജിസ്റ്റേർഡ് സപ്ലയർ ആയിരുന്നില്ല അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനം നടത്താം, നോ ഇഷ്യൂസ്, ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും അതിനകത്തില്ല. നമുക്കൊരു എക്സാമ്പിൾ തന്നെ പറയാം. അതായത് കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ ടേൺ ഓവർ 20 lakhs എന്ന് പറയുന്ന ത്രെഡ് ഹോൾഡ് ലിമിറ്റിനകത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നോ, നാട്ടുകാരിൽ നിന്ന് ക്യാഷ് നിങ്ങൾക്ക് വാങ്ങിക്കാനോ, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനോ പറ്റില്ല എന്നല്ല. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് GST ആക്ട് പ്രകാരം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 20 lakhs ആവുമ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്തായി കഴിഞ്ഞു, ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ആയി കഴിഞ്ഞു അല്ലെ. ആ ലയബിലിറ്റി എന്നാണോ ഉണ്ടാവുന്നത് അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയണേ. രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ മാത്രമല്ല നിങ്ങൾ രജിസ്റ്റേർഡ് ആവണേ. എന്താ, ഈ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് ആവുന്ന നേരത്ത് നിങ്ങൾ രജിസ്റ്റേർഡ് ആയി അല്ലെ, അല്ലെങ്കിൽ ലയബിലിറ്റി ടു ബി രജിസ്റ്റേർഡ് ആയി. നിങ്ങൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ അതേപോലെ തന്നെ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ ഫ്ലോയിൽ തന്നെ പോവുക. നമ്മുടെ ബിസിനസ് സ്ഥാപനമായിരുന്നു അത്. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം വരെ എന്തായിരുന്നില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ത്രെഡ് ഹോൾഡ് ലിമിറ്റ് വരെ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ആ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് എത്തി, നമ്മൾ രജിസ്റ്റേർഡ് ആയി. അല്ലെങ്കിൽ നമുക്ക് ലയബിൾ ടു ബി, നമുക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ ലയബിലിറ്റി നമുക്ക് കയറുക. മനസ്സിലായി? ഇങ്ങനെ നിങ്ങളൊരു രജിസ്റ്റേർഡ് സപ്ലയർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തണം ആലോചിച്ച് നോക്കി. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തണം? അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒന്നാണ് ടാക്സ് ഇൻവോയ്സ്. ദാറ്റ് മീൻസ് ഇത്രയും നാൾ ഇപ്പം നമ്മൾ സാധാരണ ഏതെങ്കിലുമൊക്കെ കടകളിൽ പോയിട്ട്, നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന നേരത്ത് അവരൊന്നില്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് ചുമ്മാ അങ്ങ് എഴുതി തരും അല്ലെ. അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കഷ്ടം ഉണ്ടാവും. അതിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി തന്നിട്ടുണ്ടാവും. ആണോ? അതൊരു ടാക്സ് ഇൻവോയ്സ് അല്ല, അല്ലെങ്കിൽ അവരൊരു രജിസ്റ്റേർഡ് സപ്ലയർ അല്ല. അതേ സമയത്ത് നിങ്ങളൊരു രജിസ്റ്റേർഡ് സപ്ലയറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിലോട്ട് ഒരു ടി വിയോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അങ്ങനെ എന്തോ വാങ്ങിക്കാൻ വേണ്ടി പോവുകയെന്ന് വിചാരിക്കുക. അവരെഴുതി തരുന്നത് ഇതേപോലെ ഒരു എസ്റ്റിമേറ്റ് അല്ല. ആണോ? അവരൊരു ഡീറ്റെയിൽഡ് ടാക്സ് ഇൻവോയ്സ് ആണ് നമുക്ക് തരാറ്. ഒരു ഡീറ്റെയിൽഡ് ടാക്സ് ഇൻവോയ്സ് ആണ് തരാറ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ ഇന്നലെ വരെ നമ്മളൊരു സാധാരണ സപ്ലയർ ആയിരുന്നു. ഓക്കെ, ത്രെഡ് ഹോൾഡ് ലിമിറ്റ് റീച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു രജിസ്റ്റേർഡ് സപ്ലയർ ആയി. സോ നമുക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവണം, ഇനി മുതൽ നമ്മൾ ഈ പറയുന്ന പോലെ പേപ്പറിനകത്തോ കടലാസിനകത്തോ എസ്റ്റിമേറ്റ് എന്നോ പറഞ്ഞ് എഴുതി കൊടുക്കുന്നതല്ല കറക്റ്റ്. നമ്മുടെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ടുള്ള ടാക്സ് ഇൻവോയ്സിനകത്താണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. സോ എന്താണ് ടാക്സ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ നിർത്തിയ സെക്ഷൻ ഓർമ്മയുണ്ടല്ലോ, സെക്ഷൻ 30 ആണ് നമ്മൾ റിവോക്കേഷൻ എന്ന് പറയുന്നതിന് വെച്ച് നോക്കിയേ. സോ സെക്ഷൻ 31 തൊട്ടാണ് ഇൻവോയ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോണേ. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഇൻവോയ്സുകളെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്നാണോ നിങ്ങൾ ഈ പറയുന്ന ത്രെഡ് ഹോൾഡ് ലിമിറ്റിനകത്തോട്ട് എത്തുന്നത്, ഓക്കെ, അന്ന് മുതൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആയി. നിങ്ങൾ രജിസ്ട്രേഷൻ കിട്ടുന്നത് പിന്നെ ആണെങ്കിൽ പോലും അന്ന് മുതൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആയി. ദാറ്റ് മീൻസ് അന്ന് മുതൽ നിങ്ങൾ നാട്ടുകാർക്ക് സെയിൽസ് നടത്തുന്ന നേരത്ത്, കസ്റ്റമേഴ്സിന് സെയിൽസ് നടത്തുന്ന നേരത്ത് നിങ്ങൾ എന്ത് കളക്ട് ചെയ്യണം? ടാക്സ് എന്ന് പറയുന്ന GST എന്ന് പറയുന്ന സാധനം കളക്ട് ചെയ്യണം. പക്ഷേ രജിസ്ട്രേഷൻ നമ്പർ പിന്നെ കിട്ടുള്ളൂ അല്ലേ. സോ ഇന്നാണ് നിങ്ങൾ 20 ലക്ഷം എത്തിയത് എന്നെങ്കിൽ നാളെ മുതൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആയി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ GST കളക്ട് ചെയ്യണം. പക്ഷെ നമ്മളിപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ ആണല്ലോ. അപ്ലിക്കേഷൻ കൊടുത്ത് ആ രജിസ്റ്റർ നമ്പർ കിട്ടാൻ നമുക്ക് ഒരു 30 ദിവസം വരെ നമുക്ക് സമയമുണ്ട്. അതിന് മുമ്പ് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും അതിനകത്തില്ല. 30 അല്ലല്ലോ, ഒരു 3 വർക്കിംഗ് ഡേയ്സ്, 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? സോ ആ ഒരു ഗ്യാപ്പിനകത്ത് എന്ത് ചെയ്യും എന്നുള്ള കാര്യം കൂടെ മനസ്സിൽ നിൽക്കട്ടെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്നാണ് നമ്മൾ അല്ലെങ്കിൽ ത്രെഡ് ഹോൾഡ് ലിമിറ്റ് കഴിഞ്ഞ് നാളെ തൊട്ട് നമ്മൾ GST കളക്ട് ചെയ്ത് തുടങ്ങണം. പക്ഷേ GST കളക്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ ടാക്സ് ഇൻവോയ്സ് വേണം. ടാക്സ് ഇൻവോയ്സ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? GST നമ്പർ കിട്ടിയേ പറ്റൂ. GST നമ്പർ കിട്ടണമെങ്കിൽ രജിസ്റ്റേർഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം അല്ലേ. സോ ഈ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതെല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
സോ ഫസ്റ്റ് വൺ, ടാക്സ് ഇൻവോയ്സ് എന്താണ്? അതിന് മുമ്പ് ടാക്സ് ഇൻവോയ്സിന്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാവേ. അത് നിങ്ങൾ ഭാവിയിൽ ജി എസ് ടി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്ത് തുടങ്ങുമ്പോൾ നേരത്തെ നമുക്ക് മനസ്സിലാവും. ദാറ്റ് മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് ഇവിടെയും പ്രധാനമായിട്ടുള്ള കാര്യം. സിറ്റുവേഷൻ മനസ്സിലായി? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് ഇവിടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു AC വാങ്ങിച്ചു. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ക്ലാസ്സിൻ്റെ ഇതെല്ലാം മാറി ഭയങ്കര വേർപ്പാന്നൊക്കെ പറഞ്ഞപ്പം അത് വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു AC പോയി പർച്ചേസ് ചെയ്തു. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. സോ AC പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബിസ്മി പോയി AC പർച്ചേസ് ചെയ്തു. AC പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബില്ല്, അല്ലെങ്കിൽ അവർ ബില്ലടിക്കുന്ന നേരത്ത് നമ്മൾ നമ്മുടെ ഏതും കൂടെ കൊടുത്തു, നമ്മുടെ ഓഫീസിൻ്റെ പർപ്പസിന് ആവശ്യമായതുകൊണ്ട് നമ്മൾ നമ്മുടെ GST നമ്പറും കൂടെ അങ്ങ് കൊടുത്തു. സിറ്റുവേഷൻ മനസ്സിലായി? നമ്മൾ നമ്മുടെ GST നമ്പറും കൂടെ അവർക്ക് കൊടുത്തു. സോ അവർ നമുക്ക് ബില്ല് ചെയ്യുന്നത് എൻ്റെ പേരിലല്ല, അവർ ബില്ല് ചെയ്തത് എമിനന്റ് യൂണിക് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലാണ്. സോ എന്ത് ചെയ്തു, ആ ബില്ലിനകത്ത് GST കിടപ്പുണ്ട്. ആ GST എനിക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഇൻപുട്ട് ടാക്സ് ആയിട്ട് ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. മനസ്സിലായല്ലോ? അവർ തന്നിരിക്കുന്ന ഇൻവോയ്സിനകത്ത് ഒരു ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഈ നമ്മൾ ക്യാഷ് കൊടുക്കുന്ന നേരത്ത് അവർ നമുക്ക് ഇൻവോയ്സ് തരും. ആ ഇൻവോയ്സിനകത്ത് ഒരു ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. ഇനി ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് മീൻസ് അവരുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തതായിട്ടുള്ള ആ ഇൻവോയ്സ് കാണിച്ചിട്ടുണ്ടാവും. അതായത് ഒരു എക്സൽ ഷീറ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ആ എക്സൽ ഷീറ്റിനകത്ത് സീരിയൽ നമ്പർ ഉണ്ടാവും. ഓക്കെ, ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് നമ്പേഴ്സ് ഉണ്ടാവും. ഈ ക്ലയന്റിന്റെ പേരുണ്ടാവും. ടാക്സ് എത്രയാണ് കളക്ട് ചെയ്തതെന്നുണ്ടാവും. മനസ്സിലായി? ഇത് ആരാ കൊടുക്കണേ? ഇത് ബിസ്മി എന്ന് പറഞ്ഞ ആ ഷോപ്പാണ് ഇത് അവരുടെ റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി ഞാൻ എൻ്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് ഞാൻ ഓൾറെഡി ടാക്സ് കൊടുത്തതായിട്ട് കണക്കാക്കി. ഓക്കെ, ഇതേപോലെ ഒരു എക്സൽ ഷീറ്റിനകത്ത് സീരിയൽ നമ്പർ, ഇൻവോയ്സ് നമ്പർ, ബിസ്മി അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച ആ സപ്ലയറുടെ പേര്, അത് ആ ഇൻവോയ്സ് നമ്പർ, ആ ഇൻവോയ്സിനകത്തുള്ള GST എമൗണ്ട്, ഇത് ഞാൻ എൻ്റെ റിട്ടേൺ പ്രകാരം സബ്മിറ്റ് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായി? സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ റിട്ടേണിനകത്ത് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തതായിട്ടുള്ള ഒരു ഇൻവോയ്സ് നമ്പർ കാണിച്ചിട്ടുണ്ട് അല്ലേ? എൻ്റെ ഇൻവോയ്സിനകത്ത് എൻ്റെ റിട്ടേണിനകത്ത് അതേ ഇൻവോയ്സ് നമ്പർ വെച്ചിട്ട് എത്രയാണോ ഞാൻ പേ ചെയ്തിരിക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പം എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ റിട്ടേൺ എടുക്കുന്ന നേരത്ത് തന്നെ അതിനകത്ത് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ ആർക്കൊക്കെയാണ് ടാക്സ് കൊടുത്തത് എന്നെല്ലാം നമ്മൾ ആ സൈറ്റിനകത്ത് കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് നമ്മുടെ GSTയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ 1, 2, 3 റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായി? അതായത് നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് അതിനകത്ത് കയറുന്ന നേരത്ത് തന്നെ ഓട്ടോമാറ്റിക്കലിനകത്ത് അത് വന്ന് കിടക്കുന്നുണ്ടാവും. അവർ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത്രയും രൂപ ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? സോ ഇങ്ങനൊരു മാച്ചിങ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് GST എന്ന് പറയുന്ന സാധനം കൂടെ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാവണേ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്ന നേരത്ത് ആ സൈറ്റിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ആ ഇൻവോയ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഇൻവോയ്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം എന്താ? ആ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ, ഇൻവോയ്സ് നമ്പർ കറക്റ്റ് ആണെങ്കിൽ അവർക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനും പറ്റുള്ളൂ. കള്ളത്തരം നടക്കില്ല എന്നർത്ഥം. മനസ്സിലായി? അതായത് ഇപ്പം AC വാങ്ങിക്കാൻ നേരത്ത് നമ്മളൊരു 4000 രൂപയാണ് GST ആയിട്ട് പേ ചെയ്തതെന്ന് വിചാരിക്കുക. എനിക്ക് ഇൻപുട്ട് ടാക്സ് റിട്ടേൺ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 6000 7,000 കാണിക്കാൻ പാടില്ല. കാണിച്ചാൽ അവിടെ മിസ്മാച്ചായി, കള്ളത്തരം അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും, ഇലക്ട്രോണിക്കലി ആയതുകൊണ്ട്. സോ ഇന്നലെ വരെയുള്ള നിങ്ങളല്ല, ഓക്കെ, ഇന്ന് മുതൽ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ രജിസ്റ്റേർഡ് സപ്ലയർ ആണെങ്കിൽ ഇന്നലെ വരെ നമ്മുടെ ഓഫീസിനകത്ത് ഉണ്ടായിരിക്കുന്ന ഇൻവോയ്സുകളല്ല നമുക്ക് ഇനി വേണ്ടത്. മനസ്സിലായി? നമുക്ക് പുതിയ ഇൻവോയ്സ് അടിക്കണം. ആ ഇൻവോയ്സ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എപ്പോഴൊക്കെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ നോക്കാം. ഓക്കെ, a registered person is dealing only in exempted supplies or is availing the composition scheme, then such a registered person need to issue a bill of supply in lieu of tax invoice. So normal കേസിനകത്ത് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും എന്ത് വേണം? ടാക്സ് ഇൻവോയ്സ് വേണം. പക്ഷേ ഇവിടെ പറയുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാൽ, അതായത് നമ്മൾ കൊടുക്കുന്നത് എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ്. എക്സംപ്റ്റഡ് സപ്ലൈ മീൻസ് ആ സപ്ലൈന് എന്ത് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
മനസ്സിലായി? അതല്ലെങ്കിൽ നമ്മൾ കോമ്പോസിഷൻ സ്കീം പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരാളാണ്. കോമ്പോസിഷൻ സ്കീം എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു? GST കളക്ട് ചെയ്യുന്നില്ല. ഓരോ സിംഗിൾ ട്രാൻസാക്ഷനിൽ നിന്നും GST കളക്ട് ചെയ്യുന്നില്ല. ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് കൊടുക്കുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി? ഈ രണ്ടിന്റെ പ്രത്യേകത എന്താ? ടാക്സ് നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ വരുന്ന നേരത്ത് നിങ്ങൾക്ക് ടാക്സ് ഇൻവോയ്സ് വേണ്ട, പകരം അവിടെ എന്ത് മതി? ബില്ല് മതി. മനസ്സിലായി? സോ നോർമൽ കേസിനകത്താണെങ്കിൽ നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ടാക്സ് പെയർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് സപ്ലയർ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻവോയ്സ് വേണം. പക്ഷെ രണ്ട് എക്സെപ്ഷണൽ കേസാണ് നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, നമ്മൾ കൊടുക്കുന്നത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. എക്സംപ്റ്റഡ് സപ്ലൈ മീൻസ് അതിന് ആ സപ്ലൈക്ക് എന്തില്ല? ടാക്സ് ഇല്ല. അതല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കോമ്പോസിഷൻ ലെവി പ്രകാരമാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ഈ പറയുന്ന പോലെ ടാക്സ് ഇൻവോയ്സ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ പകരം ബില്ല് കൊടുത്താൽ മതി. ഇനി പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് കൂടെ നോക്കിയേ. an invoice or bill of supply need not be issued if the value of supply is less than 200. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 200 രൂപയുടെ താഴെയാണെങ്കിൽ നമുക്ക് ഏത് വേണ്ട? ടാക്സ് ഇൻവോയ്സും വേണ്ട, ബിൽ ഓഫ് സപ്ലൈയും വേണ്ട. മനസ്സിലായോ? സബ്ജക്ട് ടു ദ സ്പെസിഫൈഡ് കണ്ടീഷൻസ് subject to the specified conditions provisions subsection 3 of section 31 of CGST Act 2017. അതെന്താണെന്ന് പറയാം. ഈ പറയുന്ന പോലെ സബ്സെക്ഷൻ 331 എന്താണെന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് ആണ്, നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് ടാക്സ് ഇൻവോയ്സ് വേണം, എന്നാലേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ നിങ്ങൾ എക്സംപ്റ്റഡ് ഗുഡ്സോ കോമ്പോസിഷൻ സ്കീം പ്രകാരമാണെങ്കിൽ ടാക്സ് ഇൻവോയ്സ് വേണമെന്നില്ല. അവിടെ പകരം എന്ത് കൊടുത്താലും മതി? ബിൽ ഓഫ് സപ്ലൈ കൊടുത്താലും മതി. ഇത് രണ്ടാണെങ്കിലും ഒരു 200 റുപ്പീസിന്റെ കേസ് നിങ്ങൾക്ക് മനസ്സിൽ കിടക്കട്ടെ. അതിന് താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ടാക്സ് ഇൻവോയ്സോ ബിൽ ഓഫ് സപ്ലൈയോ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം. നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് അണ്ടർ GST എന്തൊക്കെയായിരിക്കാം? എ ടാക്സ് ഇൻവോയ്സ് ഇൻ എസെൻഷ്യൽ ഡോക്യുമെന്റ് ഫോർ ദ റെസിപ്പിയന്റ് ടു അവൈൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, എ രജിസ്റ്റേർഡ് പേഴ്സൺ cannot avail ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് unless he is in possession of tax invoice or a debit note. ഇതില്ലാതെ, ഈ ടാക്സ് ഇൻവോയ്സോ ഡെബിറ്റ് നോട്ടോ ഇല്ലാതെ, ഒരു പുതിയ ടേം ആണോ ഡെബിറ്റ് നോട്ട്. നമുക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. ഡെബിറ്റ് നോട്ട് എന്താണ്, ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് പഠിക്കാനുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പാടില്ല. ആൻഡ് GST is chargeable at the time of supply. Invoice is important indicator of time of supply. സോ നോക്കേ, ഇവിടെ പുതിയൊരു ടേമും കൂടെ കയറി വന്നു, ടൈം ഓഫ് സപ്ലൈ. എപ്പോഴാണ് ടൈം? സോ ആ ടൈം ഓഫ് സപ്ലൈ ആണ് നമുക്കൊരു ടാക്സ് ലയബിലിറ്റി ഉണ്ടാക്കി തരുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു ടൈം ഓഫ് സപ്ലൈ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ അവിടെ ഇൻവോയ്സിന് പ്രധാനമായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ സർവീസുകളും ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ സപ്ലൈസും ഒരേപോലെ ആയിരിക്കില്ല, അല്ലേ? ഇപ്പം നമ്മുടെ ക്ലാസ് ഒരു വർഷമാണ് നമ്മുടെ ക്ലാസ്. സോ ഇതിനകത്ത് ഏതാണ് ടൈം ഓഫ് സപ്ലൈ? ഏത് സമയത്താണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ? അല്ലെങ്കിൽ എപ്പോഴാണ് ടാക്സ് ലയബിൾ ആവുന്നത്? ഇപ്പം നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നത് പോലെയല്ല. അവിടെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അവർ ബില്ലടിച്ച് കയ്യിൽ തരുമ്പോഴാണ്, അല്ലേ? അതേപോലെ എല്ലാവരുടെയും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എല്ലാ മേഖലകളിലും അങ്ങനെ പറ്റില്ല. സോ ടൈം ഓഫ് സപ്ലൈക്കാണ് ഇമ്പോർട്ടൻസ്. ആ ടൈം ഓഫ് സപ്ലൈ എല്ലാത്തിനും ഒരേപോലെ അല്ല. ആ ടൈം ഓഫ് സപ്ലൈ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇൻവോയ്സിന്റെ ഇമ്പോർട്ടൻസും കൂടെ കൊണ്ടുവരണം. മനസ്സിലായി? സോ ആ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണെന്ന് അറിയാൻ ഇൻവോയ്സിന്റെ ഡേറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണേ. നോക്കേ, വെൻ ഷുഡ് എ ടാക്സ് ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ? നോക്കാം. സെക്ഷൻ 31 സബ്സെക്ഷൻ 1, ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, സർവീസ് അല്ല. സെക്ഷൻ 31 സബ്സെക്ഷൻ 1 സപ്ലൈ ഓഫ് ഗുഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞു നോക്കിയേ, സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് മീൻസ് സപ്ലയറിൽ നിന്ന് ഈ പറയുന്ന റെസിപ്പിയന്റിലോട്ട് എന്ത് മൂവ് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. യെസ്, സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. യെസ് ആണെങ്കിൽ ആസ് പെർ സെക്ഷൻ 31 സബ്സെക്ഷൻ 1 ക്ലോസ് എ പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ ദ സപ്ലൈ ടു ദ റെസിപ്പിയന്റ്. ഇൻവോയ്സ് നിങ്ങൾ എപ്പോൾ കൊടുക്കണം? ഈ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് എപ്പോൾ കൊടുക്കണം? ബിഫോർ ഓർ ദ ടൈം ഓഫ് റിമൂവൽ. എപ്പോഴാണോ ഗുഡ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനു മുമ്പ്. മനസ്സിലായി? നിങ്ങൾ സപ്ലയർ ആയിട്ട് തന്നെ ഇരുന്നാൽ മതി, റെസിപ്പിയന്റ് ആവണ്ട. നിങ്ങളുടെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്. ഇവിടെ ഗുഡ്സിനെ കുറിച്ച് മാത്രമാണ് പറയണേ. സോ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്, അങ്ങേർക്ക് നമ്മൾ ഗുഡ്സ് കൊടുക്കുന്നുണ്ട്, അവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടാവുന്നുണ്ട് എന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം? ഇതിനു മുമ്പ്. മനസ്സിലായി? ഏതിനു മുമ്പ്? ഈ പറയുന്ന ഗുഡ്സ് മൂവ്മെന്റിന് മുമ്പ് ഓർ അറ്റ് ദ ടൈം, അല്ലെങ്കിൽ അപ്പോൾ. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. സോ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ ആ മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ആ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് നടക്കുന്ന സമയത്തോ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം? ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇവിടെ പേയ്മെന്റ് നടത്തിയോ ഇല്ലയോ, അത് ക്രെഡിറ്റ് സെയിലാണോ ക്യാഷ് സെയിലാണോ എന്നുള്ളതിനൊന്നും യാതൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല. നമ്മൾ ഇൻവോയ്സ് മാറണം എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, അങ്ങനെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല എന്ന് വിചാരിക്കുക. സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. നോ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, സെക്ഷൻ 31 സബ്സെക്ഷൻ 1 ക്ലോസ് ബി ഓഫ് CGST Act 2017 ഇൻവോയ്സ് ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. മനസ്സിലായി? എപ്പോഴാണോ നിങ്ങൾ ഗുഡ്സിന്റെ ഡെലിവറി ചെയ്യുന്നത് ആ സമയത്ത്, ഓർ വൈൽ മേക്കിംഗ് ഗുഡ്സ് അവൈലബിൾ ടു ദ റെസിപ്പിയൻ, അല്ലെങ്കിൽ ആ ഗുഡ്സ് റെസിപ്പിയന്റിന് അവൈലബിൾ ആക്കുന്നത് എപ്പോഴാണോ അപ്പോൾ. സിറ്റുവേഷൻ മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താ പറയാ ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കടയിൽ പോയി ഒരു AC വാങ്ങിച്ചിട്ട് വന്നു. കടയിൽ പോയി AC വാങ്ങിച്ചിരുന്ന സമയത്ത് ആ ടൈമിൽ തന്നെ നല്ലൊരു എക്സാമ്പിളാണ്. ആ ടൈമിൽ തന്നെ നമുക്ക് AC അവർ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് അവർ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തു തന്നു. മനസ്സിലായി? നേരെ തിരിച്ച് കഴിഞ്ഞ ദിവസം വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട്, സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, നമ്മൾ നോക്കിയ പ്രൊഡക്റ്റിന് അവർ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ നാളെയോ മറ്റന്നാളോ എങ്ങാണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി? സോ അവിടെ അവർ ആ ടൈമിൽ നമുക്ക് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്ത് തന്നില്ല. എപ്പോഴാണോ ഈ പറയുന്ന വാഷിംഗ് മെഷീൻ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ സമയത്ത് നമുക്ക് ഇൻവോയ്സ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പേയ്മെന്റ് നടത്തി, ആ പേയ്മെന്റ് നടത്തിയതിൻ്റെ ഒരു സ്ലിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാഷിംഗ് മെഷീനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പേയ്മെന്റ് സ്ലിപ്പ് കൊടുക്കുന്ന നേരത്തെ നമുക്ക് അവരെന്ത് തരും? ഈ പറയുന്ന ഇൻവോയ്സ് തരും. സിറ്റുവേഷൻ മനസ്സിലായി? സോ ആദ്യത്തെ ടൈമിനകത്ത് സപ്ലൈ ആണ്, അവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോൾ തന്നെ അവർ ഇൻവോയ്സ് നമുക്ക് റെഡിയാക്കി തരുകയും ചെയ്തു. ആൻഡ് സെക്കൻഡ് ടൈം അവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടായിട്ടില്ല. സോ വേണമെങ്കിൽ ഇതിനു മുമ്പ്, എനിക്ക് ഗുഡ്സ് കിട്ടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ കിട്ടുന്നതിന് മുമ്പ്, മനസ്സിലായി? ഓക്കെ, വൈൽ മേക്കിംഗ് ദ ഗുഡ്സ് അവൈലബിൾ ടു ദ റെസിപ്പിയൻ. എപ്പോഴാണ്? അതായത് മാക്സിമം അതിന് മുമ്പായിട്ട് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം. അതായത് രണ്ടാമത്തെ കേസിനകത്ത് നമ്മൾ പേയ്മെന്റ് നടത്തിയ സമയത്ത്, ഈ പറയുന്ന ടാക്സ് ഉൾപ്പെടെയുള്ള പേയ്മെന്റും കാര്യങ്ങളെല്ലാം നടത്തിയ സമയത്ത് നമുക്ക് ഇൻവോയ്സ് കിട്ടിയില്ലായിരുന്നു. ഈ പറയുന്ന പോലെ ഒരു റെസിപ്റ്റും കാര്യങ്ങളും മാത്രമാണ് കിട്ടിയത്. ഇൻവോയ്സ് അവർ ഈ വാഷിംഗ് മെഷീൻ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണോ ആ ഗുഡ്സ് അവൈലബിൾ ആക്കുന്നത് ആ സമയത്ത് ഹാൻഡ് ഓവർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെക്ഷൻ 31 സബ്സെക്ഷൻ 1 മൂവ്മെന്റ് ഓഫ് ഗുഡ്സിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സബ്സെക്ഷൻ 1 ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കി, സബ്സെക്ഷൻ 2 സർവീസുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല, സർവീസ് മാത്രമാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, പ്രധാനമായിട്ടും തരംതിരിക്കുന്നത് ബൈ ബാങ്കിങ്, NBFC ഓർ ഇൻഷുറൻസ്. അതായത് ബാങ്കിങ് സർവീസസോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസോ ഇൻഷുറൻസ് സർവീസോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. അവിടെ ഒരു 45 ദിവസം സമയമുണ്ട്. എപ്പോഴാണോ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനുശേഷം 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഗുഡ്സിനല്ല, ഗുഡ്സ് ആണെങ്കിൽ അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന നേരത്ത്, അല്ലേ, അല്ലെങ്കിൽ അവൈലബിൾ ആക്കുന്ന സമയത്ത്, റെസിപ്പിയന്റിന് അവൈലബിൾ ആവുന്ന സമയത്ത് വേണം ചെയ്യാൻ. പക്ഷെ സർവീസ് ആയതുകൊണ്ട് അവിടെ ബാങ്കിങ് ആണോ, NBFC ആണോ, ഇൻഷുറർ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ അവിടെ നമുക്ക് എത്ര വരെ സമയമുണ്ട്? ഒരു 45 ദിവസം സമയമുണ്ട്, 45 ഡേയ്സിന്റെ സമയമുണ്ട്. ആൻഡ് ഇനി അങ്ങനെയുള്ള സർവീസുകളല്ല, ഈ പറയുന്ന 3 കാറ്റഗറിക്കകത്ത് കയറി വരുന്ന സർവീസുകളല്ല എന്ന് വിചാരിക്കുക. സോ അവിടെ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ സപ്ലൈ ഓഫ് സർവീസസ്. അതായത് ഈ പറയുന്ന 3 സർവീസുകളാണെങ്കിൽ 45 days എന്ന് പറയുന്ന ദിവസം ഓർത്തിരിക്കട്ടെ. ആൻഡ് ദ സെക്കൻഡ് വൺ അങ്ങനെ അല്ലെങ്കിൽ എത്ര ദിവസം? 30 days. മനസ്സിലായി? സോ സർവീസുകളാണെങ്കിൽ ആ ടൈമിൽ വേണമെന്നില്ല. ആ സർവീസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം വിത്തിൻ 30 days അല്ലെങ്കിൽ വിത്തിൻ 45 days നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന പോലെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ, സോ സെക്ഷൻ 31 ഉണ്ടോ? സെക്ഷൻ 31 സബ്സെക്ഷൻ 2 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ 31(1) എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സും 31(2) എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് സർവീസും ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, advance payment. Section 31 subsection 3 clause D of the CGST Act 2017, a registered person shall on receipt of advance payment with respect to any supply of goods or services or both issue a receipt voucher or any other document containing such particulars as may be prescribed evidencing receipt of such payment.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഡ്വാൻസ് പേയ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം എന്ന് നിർബന്ധമില്ല. പകരം തരുന്നത് ഏതായിരിക്കും? ഒരു റെസിപ്റ്റ് മാത്രമായിരിക്കും. മനസ്സിലായി? ആ വാഷിംഗ് മെഷീന്റെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അവിടെ ഞാൻ പേയ്മെന്റ് കൊടുക്കുന്ന നേരത്ത് അവരെനിക്ക് ഒരു റെസിപ്റ്റാണ് തന്നേ, അല്ലാതെ ഇൻവോയ്സ് അല്ല. ഓക്കെ, സോ അത് അല്ലെങ്കിൽ ആ ടൈം ഓഫ് സപ്ലൈ ആവുന്ന നേരത്ത് അല്ലെങ്കിൽ അതെനിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന നേരത്ത് ഈ പറയുന്ന പോലെ റെസിപ്റ്റ് അവർ തിരിച്ചു വാങ്ങിച്ച് പകരം അവർ എന്ത് ഇഷ്യൂ ചെയ്യും? നമ്മുടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. സോ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അഡ്വാൻസ് പേയ്മെന്റ്. ഏതെങ്കിലും ഒരു സർവീസിനോ ഗുഡ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നതെങ്കിൽ അറ്റ് ദാറ്റ് ടൈം അവർ ഇഷ്യൂ ചെയ്യുന്നത് ഏത് മാത്രമായിരിക്കും? ഒരു റെസിപ്റ്റ് മാത്രമായിരിക്കും. പക്ഷേ ആ റെസിപ്റ്റിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ട്. ഓക്കെ, ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ, കണ്ടന്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഒരു ടാക്സ് ഇൻവോയ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം? മനസ്സിലായി? അത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ വീടിനകത്ത് ഏതെങ്കിലും ഒരു ടാക്സ് ഇൻവോയ്സ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ടാക്സ് ഇൻവോയ്സിനകത്ത് വേണ്ടത്. ദ ഫസ്റ്റ് വൺ, ദ നെയിം ആൻഡ് അഡ്രസ് ആൻഡ് GSTIN ഓഫ് ദ സപ്ലയർ. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്, നമ്മുടെ അഡ്രസ്സ്, കൂടാതെ നമ്മുടെ GST നമ്പർ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഓരോ ബില്ലിനകത്തും സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഓരോ ഇൻവോയ്സിനകത്തും ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം. ആൻഡ് തേർഡ് വൺ, ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഏത് ദിവസമാണ് ആ ദിവസം വേണം. ആൻഡ് ഡി, നെയിം, അഡ്രസ് ആൻഡ് GSTIN or UIN if the registered of the recipient. റെസിപ്പിയന്റെ പേര്, അഡ്രസ്, റെസിപ്പിയന്റെ ഏതും GST നമ്പർ. ആൻഡ് name and address of the recipient and address of delivery along with the name of the state and its code if such a recipient is unregistered and where the value of taxable supply is 50,000 rupees or more. അതായത് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സന്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് മുകളിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന നേരത്ത് ഏതൊക്കെ നിർബന്ധമാണ്? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയന്റ് ആൻഡ് അഡ്രസ് ഓഫ് ദ ഡെലിവറി അലോങ് വിത്ത് ദ നെയിം ആൻഡ് സ്റ്റേറ്റ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ രജിസ്റ്റേർഡ് ഡീലർക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ രജിസ്റ്റേർഡ് ഡീലറിന്റെ എല്ലാ ഡീറ്റെയിൽസും വേണം. ഇനി അൺരജിസ്റ്റേർഡ് ഡീലർക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന ട്രാൻസാക്ഷൻ വാല്യൂ 50,000 മുകളിലാണെങ്കിൽ ആ അൺരജിസ്റ്റേർഡ് ഡീലറിന്റെ നെയിമും അഡ്രസ്സും എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്യണം. ആൻഡ് HSN കോഡ് ഓഫ് ഗുഡ്സ് ഓർ അക്കൗണ്ടിംഗ് കോഡ്സ് ഓഫ് സർവീസസ്. ദാറ്റ് മീൻസ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഓരോ ഗുഡ്സിനും ഓരോ സർവീസിനും ഓരോ സ്പെസിഫിക് കോഡ്സ് ഉണ്ട്, കോഡുകളുണ്ട്. മനസ്സിലായി? അത് ഓരോ പ്രൊഡക്ഷനും ഉണ്ട്, ഓരോ സർവീസിനും ഉണ്ട്. അത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് നോക്കാം. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഈ പറയുന്ന ഇലക്ട്രോണിക് ഗുഡ്സിനാണെങ്കിലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സർവീസിനകത്താണെങ്കിലും എല്ലാത്തിനകത്തും ഓരോ സ്പെസിഫിക് കോഡുകളുണ്ട്. മനസ്സിലായി? സോ ടാക്സ് ഇൻവോയ്സിനകത്ത് ആ കോഡ് കൂടെ അങ്ങ് മെൻഷൻ ചെയ്യണം. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ക്വാണ്ടിറ്റി ഇൻ കേസ് ഓഫ് ഗുഡ്സ് ആൻഡ് യൂണിറ്റ് ഓർ യൂണിക് ക്വാണ്ടിറ്റി കോഡ്. അതായത് ഗുഡ്സ് എത്രയാണ്, അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് എന്ന് കാണിക്കണം, എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണിക്കണം. ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ടോട്ടൽ വാല്യൂ, ടാക്സബിൾ വാല്യൂ കാണിക്കണം. ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഡിസ്കൗണ്ട് ഓർ അബേറ്റ്മെന്റ്. ഡിസ്കൗണ്ടോ അബേറ്റ്മെന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് ബാലൻസ് എമൗണ്ട് കാണിച്ചിരിക്കണം. റേറ്റ് ഓഫ് ടാക്സ്. മനസ്സിലായി? ആ ടാക്സബിൾ വാല്യൂവിന് മുകളിൽ എത്രയാണോ നമ്മൾ ടാക്സ് ആയിട്ട് ചാർജ് ചെയ്യണേ ആ ടാക്സ് റേറ്റ് ഓഫ് ടാക്സ് കാണിച്ചിരിക്കണം. കൂടാതെ എമൗണ്ട് ഓഫ് ടാക്സ് റേറ്റ് കാണിച്ച് അതിന്റെ കൂടെ തന്നെ എത്രയാണ് എമൗണ്ട് അറിയാലോ. ട്രാൻസാക്ഷൻ വാല്യൂ ഇൻറ്റു റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും അതിന്റെ ടാക്സബിൾ വാല്യൂ. ടാക്സ് അത് കാണിക്കുക. പ്ലേസ് ഓഫ് സപ്ലൈ അലോങ് വിത്ത് ദ നെയിം ഓഫ് സ്റ്റേറ്റ് ഇൻ കേസ് സപ്ലൈ ഇൻ ദ കോഴ്സ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ്. പ്ലേസ് ഓഫ് സപ്ലൈ കാണിക്കണം. എങ്ങനെയാണെങ്കിൽ ഇൻ കേസ് സപ്ലൈ ഇൻ കോഴ്സ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് ട്രേഡ്. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആണെങ്കിൽ എവിടെയാണ്, ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിക്കണം. അഡ്രസ് ഓഫ് ഡെലിവറി വേർ ദ സെയിം ഈസ് ഡിഫറെന്റ് ഫ്രം ദ പ്ലേസ് ഓഫ് സപ്ലൈ. മനസ്സിലായി? അതായത് ഡെലിവറി അഡ്രസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ആൻഡ് വെദർ ദ ടാക്സ് ഈസ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് ബേസിസിനകത്താണ് ടാക്സ് എങ്കിൽ ആ റിവേഴ്സ് ചാർജ് ബേസിസ് ആണ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആണ് നമ്മൾ കാണിക്കണം. വെദർ ദ ടാക്സ് ഈസ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഈ പറഞ്ഞതുപോലെ റെസിപ്പിയൻ തന്നെയാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് ഇൻവോയ്സിനകത്ത് കാണിക്കണം. ആൻഡ് സിഗ്നേച്ചർ ഓർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് ദ സപ്ലയർ ഓർ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറോ മതി, അല്ലെങ്കിൽ ഈ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആരാണോ അവരുടെ സിഗ്നേച്ചറും കൂടെ വേണം.
സോ ഇത്രയും കാര്യങ്ങൾ വേണം നമ്മുടെ ടാക്സ് ഇൻവോയ്സിനകത്ത്. ടാക്സ് ഇൻവോയ്സ് എന്തിനാണെന്ന് മനസ്സിലാക്കുക. ടാക്സ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പോലും പറ്റുള്ളൂ. സോ ഈ പറയുന്ന ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ ഏതിനകത്ത് വേണം, നമ്മുടെ ടാക്സ് ഇൻവോയ്സിനകത്ത് വേണം. മനസ്സിലായി? ഇനി പറഞ്ഞിരിക്കുന്നത് വിത്ത് എഫക്ട് ഫ്രം 1st February 2019 provided that the signature or digital signature of the supplier or his authorized representative shall not be required in case of issuance of tickets. മനസ്സിലായി? ഓക്കെ, പ്രൊവിഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമാണ് പറയുന്നത്. ടിക്കറ്റ് ആണെങ്കിൽ, നോർമൽ കേസിനകത്ത് വരുന്ന ടിക്കറ്റ് ആണെങ്കിൽ അവിടെ ഈ പറയുന്നത് പോലെ സിഗ്നേച്ചറോ ഡിജിറ്റൽ സിഗ്നേച്ചറോ റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചറോ ആവശ്യമില്ല. അത് എന്തൊക്കെയാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, the signature digital signature of the supplier, his authorized representative not required on ഏതിനൊക്കെയാണെന്ന് അറിയാമോ? ഇലക്ട്രോണിക് ടാക്സ് ഇൻവോയ്സ്. ഇലക്ട്രോണിക് ടാക്സ് ഇൻവോയ്സ് ആണെങ്കിൽ അത് വേണ്ട. ഇനി ഇലക്ട്രോണിക് ബിൽ ഓഫ് സപ്ലൈ വേണ്ട. ഇലക്ട്രോണിക് കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആൻഡ് ഇലക്ട്രോണിക് ടിക്കറ്റ് ഫോർ ദ പാസഞ്ചേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ്. ഈ നമ്മൾ ബസ്സിൽ കയറിയിട്ട് എല്ലാ ടിക്കറ്റിനകത്തും കണ്ടക്ടർ സൈൻ ചെയ്ത് തരുന്നതിനെ കുറിച്ചാണ് നല്ല ചോക്കി. സോ ഈ പറയുന്ന ഇലക്ട്രോണിക് ടാക്സ് ഇൻവോയ്സോ ഇലക്ട്രോണിക് ബിൽ ഓഫ് സപ്ലൈയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസോ ആണെങ്കിൽ അവിടെ എന്ത് വേണമെന്നില്ല. ടാക്സ് ഇൻവോയ്സിനകത്ത് സിഗ്നേച്ചർ മാൻഡേറ്ററി അല്ല. വെച്ചതിന് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ മാൻഡേറ്ററി അല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബിൽ ഓഫ് സപ്ലൈ. ബിൽ ഓഫ് സപ്ലൈ നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, ടാക്സ് ഇൻവോയ്സ് അല്ലേ. അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിൽ ഓഫ് സപ്ലൈ മതി. അങ്ങനെയല്ലേ? അതായത് നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ് കൊടുക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു കോമ്പോസിഷൻ ലെവി പ്രകാരം ടാക്സ് കൊടുക്കേണ്ട ഒരു സപ്ലയർ ആണെങ്കിലോ അവിടെ നമുക്ക് ടാക്സ് ഇൻവോയ്സ് വേണ്ട. പകരം ഏത് മാത്രം മതി, ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് മാത്രം മതി. ആണോ? അത് എന്തൊക്കെയാണെന്ന് നോക്കി. A bill of supply is similar to GST invoice except that the bill of supply does not contain any tax amount, as the seller cannot charge GST to the buyer. That means tax invoice പോലെയല്ല, ഏതുണ്ടാവില്ല, ടാക്സ് എമൗണ്ട് ഉണ്ടാവില്ല. കാരണം എക്സംപ്റ്റഡ് ആ അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കമ്പോസിഷൻ ലെവി പ്രകാരമോ, അതായത് അവിടെ അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ടാക്സ് ഇൻവോയ്സ് എന്നല്ല പറയണേ. പക്ഷേ ടാക്സ് ഇൻവോയ്സിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ടാക്സ് ഇൻവോയ്സിന് പകരം അതിന്റെ പേര് നമ്മൾ എന്താക്കിയെന്ന് മാത്രം, ഈ പറയുന്ന ബിൽ ഓഫ് സപ്ലൈ ആക്കിയെന്ന് മാത്രം. And a bill of supply issued in case whether the tax cannot be charged. മനസ്സിലായി? Registered person is selling exempted goods or registered person having opted a composition scheme. മനസ്സിലായി? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. ഇനി കണ്ടന്റുകൾ നോക്കി. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് GSTIN നമ്പർ, സീരിയൽ നമ്പർ വേണം, ഡേറ്റ് ഓഫ് ഇഷ്യൂ വേണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് GSTIN റെസിപ്പിയന്റിന് വേണം, നമ്മുടെ ഗുഡ്സിന്റെ കോഡ് വേണം, ആ ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതണം, വാല്യൂ എത്രയാണെന്ന് എഴുതണം, സിഗ്നേച്ചർ വേണം. മനസ്സിലായല്ലോ? സോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ടാക്സ് ഇൻവോയ്സ് എന്ന് മാറി അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എന്നുള്ള പേര് മാറി പകരം ഏത് വന്നേ, ബിൽ ഓഫ് സപ്ലൈ വന്നേ എന്ന് നോക്കണം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ പറയുന്നത് പോലെ എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെങ്കിലോ, ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ കോമ്പോസിഷൻ ലെവി പ്രകാരമാണെങ്കിലോ. മനസ്സിലായി? ഇനി ദ നെക്സ്റ്റ് വൺ, മാനർ ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ്. നോക്കി, നോർമൽ കേസിനകത്ത് ഗുഡ്സ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടാക്സ് ഇൻവോയ്സ് ട്രിപ്ലിക്കേറ്റ് 3 എണ്ണമാണ്. 3, അതായത് ഒറിജിനൽ കൂടാതെ 2 കോപ്പിയും കൂടെ ഉണ്ടാവും. അതിനകത്ത് ഒറിജിനൽ ഫോർ ദ റെസിപ്പിയൻ, ഒറിജിനൽ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന റെസിപ്പിയന്റിന് കൊടുക്കും. ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ദ ട്രാൻസ്പോർട്ടർ. മനസ്സിലായി? ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ദ ട്രാൻസ്പോർട്ടർ മീൻസ് ആർക്കാ ഇത്, ദാറ്റ് മീൻസ് ഇത് റെസിപ്പിയന്റെ വീട്ടിലോട്ട് എത്തിക്കാൻ അല്ലെങ്കിൽ റെസിപ്പിയന്റെ പ്ലേസിലോട്ട് എത്തിക്കുന്ന ആ ട്രാൻസ്പോർട്ടർക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കും. ആൻഡ് ട്രിപ്ലിക്കേറ്റ് ഫോർ ദ സപ്ലൈ. ഓക്കെ, അതിന്റെ 3ാമത്തെ കോപ്പി എന്ന് പറയുന്നത് ആരെടുത്ത് വയ്ക്കും? സപ്ലയർ എടുത്ത് വയ്ക്കും. സോ നോർമൽ കേസിനകത്ത് ഇൻവോയ്സ് നിങ്ങൾ നാളെ മുതൽ ഇൻവോയ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ആൾക്കാരാണ്. സോ നോർമൽ കേസിനകത്ത് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രിപ്ലിക്കേറ്റ് ആയിട്ട് 3 എണ്ണം വേണം. ഒരെണ്ണം സപ്ലയർക്ക് കൊടുക്കണം, ഒറിജിനൽ റെസിപ്പിയന്റിന് കൊടുക്കണം. അതിന്റെ ഒരു കോപ്പി ആർക്ക് കൊടുക്കണം? ഇതിന്റെ ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കണം. ആൻഡ് ഒരു കോപ്പി ആർക്ക് എടുത്തു വെക്കണം? സപ്ലയർ കൂടെ എടുത്തു വെക്കണം. ഇനി ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ ഒറിജിനൽ ഫോർ ദ റെസിപ്പിയന്റ്, ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ദ സപ്ലയർ. മനസ്സിലായി? ഏത് വേണ്ട? ഈ പറഞ്ഞിരിക്കുന്ന പോലെ ട്രാൻസ്പോർട്ടറിന്റെ കേസ് വേണ്ട. ഇനി ദ സീരിയൽ നമ്പർ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂഡ് ഡ്യൂറിംഗ് എ ടാക്സ് പീരീഡ് ഷാൽ ബി ഫർണിഷ്ഡ് ഇലക്ട്രോണിക്കലി ത്രൂ ദ കോമൺ പോർട്ടൽ ഇൻ GSTR1. അതായത് നമ്മൾ ഏതൊക്കെയാണോ ടാക്സ് ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അത് ഈ ഇലക്ട്രോണിക് പോർട്ടലിനകത്ത്, സൈറ്റിനകത്ത് GSTR1 എന്ന് പറയുന്ന ഫോമിനകത്ത് അടിച്ചു കൊടുക്കണം.
സിറ്റുവേഷൻ മനസ്സിലായാലോ? അത് നമുക്ക് റിട്ടേൺ പഠിക്കുമ്പോൾ നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ്, കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അങ്ങ് പറയാം. ഓക്കെ.